ഫൈനലി നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിരിക്കുകയാണ്. നിങ്ങളൊരു ചെറിയ ബിസിനസ് നടത്തുന്നവരാണോ? ഷോപ്പ് ആയാലും സ്റ്റാർട്ടപ്പ് ആയാലും വീട്ടിൽ നിന്ന് നടത്തുന്നതായാലും നിങ്ങൾക്കറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, അതായത് ഉദ്യം രജിസ്ട്രേഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്താണ്, അത് നിർബന്ധമാണോ, കൂടാതെ ഇത് നിങ്ങളുടെ ബിസിനസ്സിന് നൽകുന്ന വലിയ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇത് മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിനെ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന പൂർണ്ണമായും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിന് പാൻ കാർഡും ആധാർ കാർഡും മാത്രമാണ് വേണ്ടുന്നത്. അതായത് നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ അത് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് ഉത്തരം. സർക്കാർ സ്കീമുകൾ അല്ലെങ്കിൽ ലോൺ സൗകര്യങ്ങൾ, സബ്സിഡികൾ, ടെൻഡറുകൾ ഇങ്ങനെയുള്ള എല്ലാം ലഭ്യമാക്കാനായിട്ട് നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഇത് നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് തരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ലോൺ കിട്ടാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നികുതി ഇളവുകൾ കിട്ടാനും, പിന്നെ പണമിടപാടുകളിലൊക്കെ എന്തെങ്കിലും വൈകിയാലൊക്കെ അതിൽ സർക്കാർ ഇടപെടാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റിന്റെ ഒരു സംരക്ഷണം കിട്ടാനൊക്കെ ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാങ്ക് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വലിയ രീതിയിൽ നമ്മൾ ബിസിനസ്സൊക്കെ ഫ്ലറിഷ് ചെയ്ത് അതൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് ബാങ്ക് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനും നമ്മൾ GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, പിന്നെ ഇപ്പോൾ നമുക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് ഒബ്ജക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ഇത്ര നാളായിട്ട് ഇത് നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് വരികയാണ്, ഈ പേരിലാണ് നടത്തിക്കൊണ്ട് വരാമെന്നൊക്കെ കാണിക്കാനായിട്ട് പ്രൂഫായിട്ടും നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാനൊക്കും. ഈ വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, സൈറ്റും അതിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നും അവസാനം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ആദ്യം വരുന്ന ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു സൈറ്റാണ് നമ്മൾ കയറേണ്ടത്. സൈറ്റ് അഡ്രസ്സ് പ്രത്യേകം നോക്കുക. www.udyamregistration.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ മാത്രമേ കയറാവൂ. ഒരുപാട് ഫേക്ക് സൈറ്റുകൾ താഴോട്ട് കാണും, അതിലൊന്നും കയറരുത്. അപ്പോൾ ഈ സൈറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട്, മിക്കവാറും ആദ്യത്തെ സൈറ്റ് ആയിരിക്കും, എന്നാലും സൈറ്റ് അഡ്രസ്സ് ഒന്ന് നോക്കുക. www.udyamregistration.gov.in. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനൊരു വെബ്സൈറ്റിലോട്ടാണ് കയറുന്നത്. സൈറ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. താഴോട്ടൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എത്ര രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ഏറ്റവും താഴെ ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഇതിൽ നമ്മളൊരു NIC കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. പക്ഷെ ആ കോഡ് ഫില്ല് ചെയ്ത് വരുമ്പോൾ എളുപ്പമാണ്. എന്നാലും നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ NIC കോഡ് എന്ന് പറഞ്ഞ് മുകളിലത്തെ ടാബിലുണ്ട്. അത് വേറൊരു ടാബിലോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട്, അതായത് ഒരു PDF ഫയലാണ്, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. മാനുഫാക്ചറിങ് ആയിട്ടുള്ളതും റീറ്റെയിലിംഗ് ആയിട്ടുള്ള, ഓൺലൈൻ ആയിട്ടുള്ള, അങ്ങനെ പല പല സെക്ടറിലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുമാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കും ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലാണ് കയറുന്നത്. ഫോർ ന്യൂ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ആദ്യം നമ്മൾ കൊടുക്കാനുള്ളത് നമ്മുടെ ആധാർ നമ്പറാണ്. ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ പേര് അടിച്ചു കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ഓൺടർപ്രണർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആധാർ നമ്പറിലുള്ള നമ്മുടെ പേരെന്താണോ അത് കറക്റ്റായിട്ട് അതിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ചെക്ക് ചെയ്യാനുള്ള ഒരു ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ലാസ്റ്റ് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം അത് ടിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും കേട്ടോ വെരിഫിക്കേഷൻ കോഡ് വരുന്നത്. ചില സമയത്ത്, അതായത് എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ കോഡ് വന്നു, എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വന്നു. പക്ഷെ ഇവിടെ സൈറ്റിൽ വെരിഫിക്കേഷൻ കോഡ്
അടിച്ചു കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും വന്നില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ റീസെൻഡ് ചെയ്തു കോഡ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ റീസെൻഡ് ചെയ്തപ്പോൾ അടുത്ത കോഡ് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഓപ്പൺ ആയിട്ട് വന്നത്. അപ്പോൾ എന്നിട്ട് ആണ് വെരിഫിക്കേഷൻ കോഡ് എനിക്ക് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റിയത്. സോ അങ്ങനെ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് റീസെൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. സോ നമ്മൾ കോഡ് അടിച്ചു കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ യുവർ ആധാർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് പാൻ വെരിഫിക്കേഷൻ ആണ്. ഇവിടെ 4 കാര്യങ്ങളാണ് ഫിൽ ചെയ്യാനുള്ളത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പാൻ നമ്പർ, ദെൻ നെയിം ഓഫ് പാൻ ഹോൾഡർ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ പാൻ. അപ്പോൾ ഇത് 4 ഫില്ല് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പ്രൊപ്രൈറ്ററി എന്നാണ് കേട്ടോ. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ പ്രൊപ്രൈറ്ററി സെലക്ട് ചെയ്യുക. ദെൻ അടുത്തതിനകത്ത് നമ്മുടെ പാൻ നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 കോളത്തിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പാനിലുള്ള സെയിം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അവിടെ ആ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്, ആ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പാൻ വാലിഡേറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ പാൻ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ യുവർ പാൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്നും പറഞ്ഞിട്ട് വരും. ഇനി അവിടെ താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹാവ് യു ഫിൽ ദ ITR ഫോർ പ്രീവിയസ് ഇയർ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്, സോ നമ്മൾ നോ കൊടുക്കുക. അടുത്തത് ഡു യു ഹാവ് GST ഉണ്ട്, GST എടുത്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സെക്ഷൻ വരും, അതിൽ നെയിം ഓഫ് ദി ഓൺടർപ്രണർ ആസ് പെർ പാൻ ഓർ ആധാർ എന്ന് കാണും. അത് ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആയിരിക്കും. അടുത്ത നമുക്ക് കൊടുക്കാനുള്ള മൊബൈൽ നമ്പർ ആണ്. അവിടെ മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യുക. അടുത്ത ഇമെയിൽ ID കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID പറ്റുമെങ്കിൽ നമുക്ക് ബിസിനസ്സിനായിട്ട് ഒരു സെപ്പറേറ്റ് ഇമെയിൽ ഉണ്ടെങ്കിൽ ആ ID അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത ഒരു ടേബിൾ എന്ന് പറയുന്നത് കാറ്റഗറൈസേഷൻ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രൊപ്രൈറ്ററി ആയതുകൊണ്ട് നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സോഷ്യൽ കാറ്റഗറി എന്നായിരിക്കും വരുന്നത്. അതിന് തൊട്ട് താഴത്തെ ഓപ്ഷൻ. അപ്പോൾ 8th വൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറി ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ 9th വന്നിട്ട് നമ്മുടെ ജെൻഡർ ഏതാണെന്ന് ഫില്ല് ചെയ്യുക. 10th സ്പെഷ്യലി ഏബിൾഡ് ആണെങ്കിൽ അത് ഫില്ല് ചെയ്യുക. 11th എന്ന് പറയുന്നത് നെയിം ഓഫ് എന്റർപ്രൈസ് ആണ്. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഏത് പേരാണ് വെച്ചിരിക്കുന്നത് ആ പേര് അവിടെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പ്ലാന്റ് ഓർ യൂണിറ്റ് നെയിം എന്നുണ്ട്. അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്യാനായിട്ട് കാണും. ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ പേര് തന്നെ അവിടെ അടിച്ചു കൊടുക്കുക, ബ്രാൻഡ് നെയിം എന്താന്ന് വെച്ചാൽ. എന്നിട്ട് ആഡ് യൂണിറ്റ് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യമേ ആഡ് യൂണിറ്റ് കൊടുത്തില്ല, അപ്പോൾ എനിക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് നെയിം സെലക്ട് ചെയ്യാനായിട്ട് അടുത്തൊരു ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ആ ഡ്രോപ്പ് ഡൗണിനകത്ത് നിന്ന് നമ്മുടെ യൂണിറ്റിന്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. സോ അഡ്രസ്സും നമ്മുടെ യൂണിറ്റിന്റെ അഡ്രസ്സും ഒഫീഷ്യൽ അഡ്രസ്സും രണ്ടും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അഡ്രസ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും ഡിസ്ട്രിക്റ്റിന്റെ ആ ഡ്രോപ്പ് ഡൗണിൽ വരുന്നില്ലായിരുന്നു, അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ കുറെ നേരം നോക്കി, വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് മാറ്റി വേറൊരു സ്റ്റേറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഇപ്പുറത്ത് ആ സ്റ്റേറ്റിലുള്ള ഡിസ്ട്രിക്ട്സ് എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ കേരള ആക്കിയപ്പോൾ അത് കറക്റ്റായി നമുക്ക് ഡിസ്ട്രിക്ട് കൊടുക്കാൻ പറ്റി. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 14 വന്നിട്ട് പ്രീവിയസ് നമ്മൾ UAM രജിസ്ട്രേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, എല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇല്ലായിരിക്കും. സോ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. 15th വന്നിട്ട് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 1-2 ദിവസം മുന്നത്തെ ഒരു ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കൊടുത്തിട്ട് അടുത്തതിനകത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ കൊടുക്കുക. അടുത്തത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ്. നമുക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമ്മുടെ ഏത് അക്കൗണ്ട് ആണോ ഉള്ളത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 17 നിങ്ങളുടെ മേജർ ആക്ടിവിറ്റി ഓഫ് യൂണിറ്റ് ഏതാന്ന് കൊടുക്കുക. മാനുഫാക്ചറിങ് ആണെങ്കിൽ അങ്ങനെ, സർവീസ് ആണെങ്കിൽ അങ്ങനെ, ഏതാന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത് മേജർ ആക്ടിവിറ്റി അണ്ടർ സർവീസ് ഏതാന്ന് ചോദിക്കും. നോൺ ട്രേഡിംഗ് ഓർ ട്രേഡിംഗ്. ഞാൻ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ട്രേഡിംഗ് ആണ് കൊടുക്കുന്നത്. അടുത്തതിനകത്താണ് നമ്മൾ NIC കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്, അതിൽ സെർച്ച് NIC കോഡിനകത്ത് ഓൺലൈനിൽ അടിച്ചു കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ ട്രേഡിംഗ് എന്നുള്ളത് ചെക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് NIC 2 ഡിജിറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ റീറ്റെയിൽ, ട്രേഡ് അങ്ങനെ. അപ്പോൾ 47 എന്നുള്ളതാണ് ആദ്യം എടുക്കേണ്ടത്. ഓൺലൈൻ നമ്മൾ ക്ലോത്തിങ്, ജ്വല്ലറി ഓൺലൈനായിട്ട് ചെയ്യുന്നതിനെല്ലാം അതാണ് കേട്ടോ കോഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 4 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് താഴോട്ട് വരുമ്പോൾ 4791, അതായത് റീറ്റെയിൽ സെയിൽ വയ മെയിൽ ഓർഡർ, ഹൗസസ് ഓർ വയ ഇന്റർനെറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. NIC കോഡിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റ് ഉള്ള 5 ഡിജിറ്റ് കോഡിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് 47912 എന്നൊരു ഓപ്ഷൻ, അതായത് റീറ്റെയിൽ സെയിൽ വയ ഇ-കൊമേഴ്സ്, അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കോഡ് വരുന്നത് 47912 എന്നാണ് കേട്ടോ NIC കോഡ് വരുന്നത്. അപ്പോൾ അടുത്തത് നമ്പർ ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, നമ്മൾ ആരെയും എംപ്ലോയ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആരെയും എടുത്തിട്ടില്ല ജോലിക്ക് എന്നുണ്ടെന്ന് പറയാം. എല്ലാത്തിലും 0 ഇടരുത്. അവിടെ ഏതിലെങ്കിലും 1 വേണം. അപ്പോൾ നമ്മുടെ ഏതാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വിമൺ ആയതുകൊണ്ട് വിമണിനകത്ത് ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ വരുന്ന 2 ഓപ്ഷൻസ്, അതായത് 23 വരെയും ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലുള്ള ടേൺ ഓവറും അതിന്റെ കാര്യങ്ങളും മിഷനറീസിന്റെ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമുക്കുള്ളതല്ല. സോ നമ്മൾ അതിൽ 0 ആയിട്ട് ഫില്ല് ചെയ്യാം. ഇനി വരുന്ന 23 to 26 ആ ക്വസ്റ്റ്യൻസിലെല്ലാം എസ്-ഓർ-നോ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ മാർക്കറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണോ, ട്രയോസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണോ, NCS അതിൽ രജിസ്റ്റർ ചെയ്യണോ, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് 27 വന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കൊല്ലം ആയതുകൊണ്ട് കൊല്ലം, നിങ്ങളുടെ ഏതാണ് ഡിസ്ട്രിക്ട് അത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആണ് ഇത് മൊത്തം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാതുണ്ടോ എന്ന് നോക്കുക, എല്ലാ ഫില്ല് ചെയ്തെങ്ങനെ കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഫൈനൽ OTP എന്ന് കൊടുക്കുക. അത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് വരും. ഇതാണ് ആർ യു ഷുവർ യു എൻ്റർ ദ കറക്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ OTP ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്ചയും കൂടെ വരും. അപ്പോൾ അതുകൂടി അടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ഇതുപോലെ സ്ക്രീനിൽ വരും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിലും ഈ നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. പ്രിന്റ് നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് എടുക്കാം. ഈ നമ്പറും മൊബൈൽ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് അഡ്രസ്സോ ബാങ്ക് ഡീറ്റെയിൽസോ ഒക്കെ മാറ്റണമെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ കറക്റ്റ് സൈറ്റിൽ തന്നെ കയറുക. അതുപോലെ ഫീ ഒന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അരേമിയയുടെ കളക്ഷൻസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്താൽ മതി. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരാം കേട്ടോ.